സാറേ, ബാൻസുരി സ്വരാജ് രാഹുൽ ഗാന്ധിയെ നേരിടുന്ന പുതിയ വനിതാ MP ആണ് BJPയുടെ. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെയും മോദിയും അതിനിശിതമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞ് സ്പീക്കർക്ക് കത്ത് കൊടുത്തത് ഈ ബാൻസുരി സ്വരാജാണ്. ആരാണ് ബാൻസുരി സ്വരാജ്? സുഷമ സ്വരാജിനോടല്ലോ. അതെ. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യാൻ എപ്പോഴും BJP ഒരു വനിതയെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 10 വർഷം സ്മൃതി ഇറാനി ആയിരുന്നു. ഇപ്പോൾ സ്മൃതി ഇറാനി സഭയിലില്ല. പുതിയൊരാളെ കണ്ടെത്തിയിരിക്കുന്നു. BJPയുടെ തീപ്പൊരി നേതാവായിരുന്ന സുഷമ സ്വരാജിൻ്റെ മകൾ ബാൻസുരി സ്വരാജ്. അതിന് വേറൊരു കാര്യമുണ്ട്. പിന്നെ ഇവർ വരുന്നതിന് മുമ്പ്, അതായത് സ്മൃതി ഇറാനി വരുന്നതിന് മുമ്പ് ഈ പെങ്കൊച്ചിൻ്റെ അമ്മയുണ്ടല്ലോ സുഷമ സ്വരാജ്, അവരായിരുന്നു രാഹുൽ ഗാന്ധിയെ പ്രധാനമായും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ രാഹുൽ ഗാന്ധി ആദ്യമായി പാർലമെൻറ്റ് വന്ന സമയത്തുള്ള പ്രസംഗമൊക്കെ ഓർമ്മയുണ്ട്. പയ്യൻ പതുക്കെ, അന്ന് പയ്യനാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ രാഹുൽ ഗാന്ധി വളരെ ബഹുമാനത്തോടെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അപ്പോൾ രാഹുൽ ഗാന്ധി ഹിന്ദിയുമേ ബദുതാങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും. മാം എന്ന് പറയും. രാഹുൽ ഗാന്ധി പൊതുവെ സ്ത്രീകളെ നന്നായി ബഹുമാനിക്കും. അപ്പം നമ്മൾ ഇയാളെ പറ്റി പറയില്ലേ, ഭീഷ്മര് സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ലല്ലോ. അതുപോലെ രാഹുൽ ഗാന്ധിനെ നിർവീര്യമാക്കാൻ ഏറ്റവും നല്ലൊരു സ്ത്രീനെ മുന്നിൽ വെച്ച് കൊടുക്കുക. ചിലപ്പോൾ മോഡിയൊക്കെ ആണെങ്കിൽ രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യും. പക്ഷേ ഒരു സ്ത്രീ ആകുമ്പോൾ രാഹുൽ ഗാന്ധി എപ്പോഴും ഒരു സാഹചര്യത്തിന് കൺട്രോൾ പോയില്ല. ഞാൻ ഇപ്പം മാത്രമല്ല, അദ്ദേഹം ആദ്യമായിട്ട് എം ബി ആയിരുന്ന സമയമൊക്കെ സ്റ്റുഡൻസ് ആണ്. സുഷമ സ്വരാജൊക്കെ കത്തിക്കുന്ന സമയമാണ്. ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും വലിയ വിനയം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇപ്പം സ്മൃതി ഇറാനിയെ പോലെ ആ രീതിയിൽ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് സ്ത്രീകളോട് രാഹുൽ ഗാന്ധി കാണിക്കില്ല. രാഹുൽ ഗാന്ധി അത് മോഡിയോട് കാണിക്കും. കഴിഞ്ഞ ദിവസം പാർലമെന്റിലൊക്കെ കാണിച്ചതാണ്. അതായത് പാർലമെന്റിലുള്ള പെർഫോമൻസ് പൊതുവേ പാർലമെന്റ് ഡെക്കോറത്തിന് ചേരാത്തൊരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ആണ്. പക്ഷെ അതിന് സ്പേസ് ഉണ്ട്. ഏറെ ചെയ്യപ്പെടുമ്പോൾ അതിന് സ്പേസ് ഉണ്ട്. അത് ആഘോഷിക്കപ്പെടും. ഡെക്കോറത്തിന് ചേരുന്നില്ല നമ്മൾ ഇന്നല്ലേ പറയുന്നു. അല്ലെ പാർലമെന്റിൽ ഡെക്കോറത്തിന് ചേർന്ന വിധത്തിലാണ് എല്ലാവരും പെരുമാറുള്ളത്. അല്ലല്ലോ. അപ്പോൾ ഈ ഡെക്കോറം തെറ്റിക്കുമ്പോഴാണ് അത് ന്യൂസ് ആവുന്നത്. അപ്പോഴാണ് അയാളൊരു എന്താ പറയുക മാക്രോ മാൻ ആവും. അപ്പോൾ അതിന് സ്പേസ് ഉണ്ട്. ഇപ്പം സോക്കോൾഡ് ബുദ്ധിജീവികൾക്കൊക്കെ ഇപ്പം BJP ഇപ്പം അതിനെ എതിർക്കുന്ന വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടാണ്. അതിന് മുമ്പ് BJPൻ്റെ പല MP നടത്തിയ പല പ്രസ്താവനകൾ എന്തായിരുന്നു, അത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ വിഷയമല്ല. പിന്നെ ഈ ബാൻസുരി ഭീഷണിയാവുന്നൊക്കെ ഒരു കത്ത് കൊടുത്തോണ്ടും ഭീഷണിയാവില്ല. കന്നി MP ആണ്. അതിപ്പോ ഞാൻ അല്ലെ, നമ്മുടെ ഇയാള് സുക്കൂർക്ക ആലപ്പുഴ ബൈ ഇലക്ഷൻ ജയിച്ചു വന്ന ഉടനെ അന്ന് തന്നെ സബ്മിഷൻ അവതരിപ്പിച്ച മൂപ്പരാണ് നിയമസഭയിൽ. അതാ പാർട്ടിയുടെ തീരുമാനം. ജയിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് അപ്പം അദ്ദേഹം അങ്ങനെ ഫയർബാൻ നേതാവുന്നല്ലോ. അത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. കത്ത് കൊടുക്കുന്നതിലല്ല. ഇപ്പം മൊഹുബ മൊയ്ത്തനെ പോലെയൊക്കെ ഒരു വലിയൊരു പെർഫോമർ ആവുമോ പാർലമെന്റിൽ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ ഇനി കാണേണ്ടിയിട്ടുള്ള ആദ്യപടിയായിരിക്കാം ചിലപ്പോൾ. കാരണം രാഹുലിനെ പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സുഷമ സ്വരാജ് ഇപ്പൊ സ്മൃതി ഇറാനിയെ പോലെ ആയിരുന്നില്ല. അവർ ഭയങ്കര ഗ്രേസ് ഉള്ള സ്ത്രീയായിരുന്നു. അപ്പൊ അവരുടെ മോളും അവരെ കണ്ടല്ലേ പഠിക്കുള്ളൂ. അവർക്ക് ഈ പറയുന്ന സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സിലേക്കൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇവരുണ്ടല്ലോ ഇപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. അതെ. അപ്പോൾ അവരെയൊക്കെ പോലെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു പെർസൺസ് ആയിരിക്കും. ഒരു ബ്ലെസ്ഡ് പേഴ്സൺസ് ആയിരിക്കും അർത്ഥത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വെറുതെ ഒച്ചയും ഉണ്ടാക്കി രാഹുൽ ഗാന്ധിനെ അന്തയ്ക്ക് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിളിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്. പക്ഷെ ഇവരതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുഷമ സ്വരാജ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു നേതാവാണല്ലോ. അല്ല, അവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ BJP മുന്നോട്ട് വെക്കുന്ന ഒരു സ്ത്രീ സങ്കല്പം, അല്ലെങ്കിൽ ഹിന്ദുത്വം മുന്നോട്ട് സ്ത്രീ സങ്കല്പം എന്താണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം കുടുംബിനി ആയിരിക്കണം, പിന്നെ ഭർത്തൃമതി ആയിരിക്കണം, അച്ചടക്കം ഉണ്ടായിരിക്കണം, അതേ തന്നെ ഈ പറയുന്ന ദുർഗാദേവിയുടെ ഛന്തസ് ഉണ്ടായിരിക്കണം. അതായിരുന്നു അവരുടെ വാക്യത്തിൽ. അപ്പം ദുർഗാദേവിയും കാളിയും തമ്മിൽ, ദുർഗാദേവി ഒരു മൈൽഡ് ഫോമാണ്. കാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേണം. സ്മൃതി ഇറാനിയൊക്കെ വേണം നമുക്ക് കാളി എന്ന് വിളിക്കാം. പക്ഷേ അത് വെളുത്തു പോയിട്ടുണ്ടെന്ന്. കാളി പൊതുവെ ഒരു ശിവനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കറുത്ത രൂപത്തിലാണ്. ഈ ചുടല ഭസ്മൊക്കെ പൂശി അങ്ങനെയാണ്. അപ്പം ഇവരങ്ങനെ ആയിരുന്നില്ല. ഇവർ ഏതാണ്ട് ഒരു സരസ്വതിയിൽ ദുർഗ ആവാഹിച്ച പോലെയുള്ള, സരസ്വതി ദുർഗയൊക്കെ ഒരേ ഒന്നിൻ്റെ പല വേർഷനാണ്, ആവാഹിച്ച പോലെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീസങ്കല്പമാണ് ശരിക്കും ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്നത്. അപ്പം ബാൻസുരിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന സ്ത്രീസങ്കല്പത്തെ അതിൻ്റെ എഴുതി നിന്ന് പുറത്തേക്ക് പോയ ആളാണ് സ്മൃതി ഇറാനി. അതൊക്കെ കൊണ്ടാണ് തോറ്റത്. അതുവരെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റിൻ്റെ പുറത്ത് പോയിട്ട് ഉള്ള കളികൾ എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് തോറ്റത് അവിടെ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്.
അല്ല സ്മൃതി ഇറാനി അവിടെ തോൽക്കേണ്ടതല്ല, കാരണം ഒരുപാട് വികസന മണ്ഡലത്തിൽ കൊണ്ടുവന്ന ഒരു MP കൊണ്ടുവന്ന ആളാണ്. അപ്പൊ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസൈഡ് ജോബ് കൂടിയാണ്, വെറുതെ തോൽക്കില്ല അത്. അപ്പം തോൽപ്പിക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ആ രീതിയിൽ അതുപോലെ ഈ ഇതേപോലെ അവരെ പോലെ കോൺഗ്രസ് കുറേ MP മാരുണ്ടായിരുന്നു. അംബികാ സോണി ഇങ്ങനെയായിരുന്നു, അംബികാ സോണി. പക്ഷേ ഒന്നും ആർക്കും മനസ്സിലാവില്ലായിരുന്നു. വേറൊരു രേണുക ചൗധരി സ്മൃതി ഇറാനിയെ പോലെ. ഏകദേശം അതേ. അതെ അതെ. പക്ഷേ ഒരു കാരണവശാൽ ഇന്ദിരാഗാന്ധി സ്മൃതി ഇറാനിയെ പോലെ ആയിരുന്നില്ല, അവർ സുഷമ സ്വരാജിനെ പോലെ ആയിരുന്നു. ഒരുപക്ഷെ സുഷമ സ്വരാജിനൊക്കെ ഇൻസ്പിറേഷൻ ആയത് ഇന്ദിരാഗാന്ധി ആയിരിക്കും, അങ്ങനെ ഒരു പാർലമെന്റേറിയൻ ആവണമെന്നുള്ള കാര്യത്തിൽ. അവർ പൊട്ടിടില്ല എന്നുള്ളതായിരുന്നു. ഒരു പൊട്ട് തൊടും, വലിയൊരു പൊട്ട് സീമന്തരേഖയിൽ അവർ തൊടുമായിരുന്നു. ഇവരതില്ലായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ സഭയിലെ പ്രസംഗങ്ങൾ എന്ത് ഡീസൻ്റാന്ന് പറയും. അവരെ ഇവിടെ നിന്ന് ഈ പറഞ്ഞ മൊറാർജിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് പിന്നെ ഈ പറഞ്ഞ മാനസികമായി പീഡിപ്പിച്ചിട്ടു. പീഡിപ്പിക്കുന്ന നമ്മൾ കൃത്യമായി മാനസികമായി ഇപ്പൊ അതിന്റെ അർത്ഥം മാനസികമായി പീഡിപ്പിച്ചിട്ടും. മൊറാർജിയെ വളരെ എന്താ പറയുക മാന്യനായ മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ക്ലാരിഫൈ ചെയ്ത് മാനസികമായിട്ടൊരു പീഡനമാണല്ലോ. ആ സമയത്ത് അവരത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് BBC കൊടുത്ത ഇന്റർവ്യൂവിലും മൊറാർജിയെ പറ്റി രാഷ്ട്രീയമായ വിമർശനം അല്ലാതെ പേഴ്സണായിട്ട് ഒരു വിമർശനം നടത്തിയില്ല. മൊറാർജിയെ പറ്റി വേണം ഇഷ്ടംപോലെ പേഴ്സണൽ വിമർശനം നടത്തായിരുന്നു, കാരണം ഒരുപാട് പേഴ്സണൽ കൺവിക്ഷനും സ്വന്തമായ ചികിത്സാ രീതികളൊക്കെ ഉള്ള ആളാണ്. ആ ചികിത്സാ രീതികൾ ഇന്ന് നമുക്ക് ചിരി വരുന്നതാണ്, അന്നും ചിരി വന്നതാണ്. ഇന്ദിരാഗാന്ധി പറയില്ല. അപ്പോൾ രാഷ്ട്രീയമായ വീഴ്ചകളെ പറ്റിയാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അത് വലിയ സൈബർ അറ്റാക്ക് മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധി ഇത് വേറൊരു കാര്യമുണ്ട്. ഇന്ദിരാഗാന്ധി ഒരിക്കലും മൊറാർജി ഗവൺമെന്റിനെ മൊറാർജി ഗവൺമെന്റാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തിരി ഉപദ്രവങ്ങൾ അവർക്ക് ചെയ്തിട്ട് പോലും രാഷ്ട്ര താല്പര്യത്തെ ഹനിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. അല്ല പുറത്ത് പോയി ഇന്ത്യനെ കുറ്റം പറയും. ഇവിടെ പലരും കണ്ടുപിടിക്കേണ്ടതാണ്. പുറത്ത് പോയി മറ്റുള്ളവരെ കൈയ്യടി കിട്ടാൻ വേണ്ടി ഇന്ത്യനെ കുറ്റം പറയും പല രാഷ്ട്രീയ നേതാക്കന്മാർ. ഇന്ദിരാഗാന്ധി ഒരിക്കലും പറഞ്ഞില്ല. ഇന്ദിരാഗാന്ധി ഒരിക്കലും ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യനെ പറ്റി ഒരു നെഗറ്റീവും പറഞ്ഞില്ല. ഇത്രയും നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ അത് ഇന്ദിരാഗാന്ധിനെ കണ്ടുപിടിച്ച ആളായിരിക്കും സുഷമ. ആ സുഷമ സ്വരാജിൻ്റെ അല്ലെങ്കിൽ BJPയിൽ അങ്ങനെ നമ്മൾ പിന്നോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശക്തരായ വനിതാ നേതാക്കന്മാരൊന്നും മുമ്പ് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമാഭാരതിനെ വേറൊരു ഉമാഭാരതി സുഷമ സ്വരാജ് കണ്ടംപററീസ് ആണ്. അവർ സന്യാസിയായിരുന്നു, അവർ സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സിന്റെ ആളായിരുന്നു. അവർ കല്യാണ സിംഗ് ഒക്കെ അതിന്റെ ആളായിരുന്നു. അപ്പം അതിന്റെ മുമ്പാണ് ഇവർ ഇൻസ്പിറേഷൻ എടുത്തിരിക്കുന്നത് ശിവാജിയുടെ അമ്മ, പിന്നെ അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായി, റാണി പത്മാവതി, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ചരിത്ര വനിതകളുണ്ട്. അവരിൽ നിന്നാണ് ഇവർ ഇൻസ്പിറേഷൻ പൊതുവെ എടുത്തിരുന്നത്. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി സതീരത്നങ്ങളുണ്ട്, ഇതൊക്കെയാണ് അവരുടെ സങ്കല്പം. അപ്പം BJP ആദ്യമായിട്ട് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന വനിതാ നേതാവ് സുഷമ സ്വരാജാണ്. അപ്പം അതിൻ്റെ മുമ്പൊക്കെ നേതാക്കന്മാരും വനിതാ വിങ്ങൊക്കെ ഉണ്ടെങ്കിൽ പോലും സുഷമ സ്വരാജിനെ പോലെ അത്രയും ഒരു ഗ്ലാമർ വന്നിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ജനകീയ മുഖം. അപ്പോൾ തന്നെ ആഗ്ര സമ്മിറ്റിൻ്റെ ഒക്കെ സമയത്ത് സുഷമ സ്വരാജ് എടുത്ത നിലപാടുകൾ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ ടെലിവിഷനൊക്കെ പറയുന്നത് സുഷമ സ്വരാജ് എടുത്ത നിലപാട് കൊണ്ടാണ് അത് പൊട്ടിപ്പോയത്. സുഷമ സ്വരാജും അഡ്വാനിയും കൂടി എടുത്ത നിലപാടാണ് ആഗ്ര സമ്മിറ്റ് തകർത്തെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും സുഷമ സ്വരാജിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനായിട്ട് ഒരു നെഗറ്റീവ് റിമാർക്കും കാണാൻ പറ്റില്ല. പിന്നെ അവർക്ക് ആപ്പാടെ പണി കൊടുത്ത ഒരാൾ ഇന്ദിരാഗാന്ധിയാണ്. അത് ഇന്ദിരാഗാന്ധി അല്ല, സോണിയാഗാന്ധി. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാണ് ആയാലും ഇവർ തലമുട്ടടിച്ച് എന്താണ് ഒരു മുറിയിൽ തടവറ ധ്യാനിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിടും. അപ്പം അങ്ങനെ അവർ ചെയ്തിരുന്ന അത് വലിയ പ്രതിഷേധം കോൺഗ്രസിനെതിരെ ഉണ്ടാക്കുകയാണ്. സോണിയാഗാന്ധി ആരാണ്? മദാമയല്ലേ. മദാമ നെഗറ്റീവ് എന്ന് വിചാരിക്കണം. പുറത്തുള്ള മാഡം അമ്മ എന്ന് ഉത്തരേന്ത്യയിൽ, കേരളത്തിൽ മാഡം അമ്മ, ഇവർ മാഡം എന്നല്ലേ വിളിക്കുക, എലിസബത്ത് മാഡം. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ മാഡം മാത്രമേ കേട്ടു. പിന്നെ അമ്മ നെഗറ്റീവാണ്, സൗത്ത് അപ്പോൾ പോസിറ്റീവാണ് സൗത്തിൽ. അപ്പം മാഡം അമ്മ എന്ന് വിളിക്കും. ഉത്തരേന്ത്യയിലാണെങ്കിൽ അവർ വിളിക്കുക മാഡം ജി എന്ന് വിളിച്ചാൽ തന്നെ റെസ്പെക്റ്റ് ആണ്, മാഡം എന്ന് വിളിച്ചാൽ റെസ്പെക്റ്റ് ആണ്. പക്ഷേ ഉത്തരേന്ത്യക്കാർക്ക് അത് അറിയില്ലായിരുന്നു, മാഡം ജി എന്ന് വിളിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റലിക്കാരെ സോണിയക്ക് ഇതറിയാതെ അവരാരെ സാറിന് അവർക്ക് സുഷമ സ്വരാജ് മനസ്സിൽ കാണുമ്പോൾ മാനത്തുണ്ട്. അവരൊന്നും ഞാൻ പ്രധാനമന്ത്രി വന്നില്ല. അത് പറയുന്നത് വാജ്പേയി എല്ലാവരും നല്ല ബന്ധമായിരുന്നു. ഇവർ വാജ്പേയിയെ ഫോൺ ചെയ്തു എന്നാണ് ഞാൻ ഒരു പ്രധാനപ്പെട്ട ജേർണലിസ്റ്റാണ് എഴുതിയത്. വാജ്പേയി ഫോൺ ചെയ്തപ്പോൾ വാജ്പേയി പറഞ്ഞു സോണിയെ ഏറ്റെടുക്കരുത്. അതിനുശേഷം തീരുമാനം മാറ്റിയത്. പിന്നെ രാഹുൽ ഗാന്ധി വാശി പിടിച്ചു അമ്മ ഏറ്റെടുക്കരുത്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി അല്ല, അന്നപ്പം അമ്മൂമ്മ മരിക്കുന്നു, അച്ഛൻ മരിക്കുന്നു, അതിൻ്റെയൊക്കെ ഷോക്ക് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അപ്പം ആകെ സമയത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ആരുടെ അവസ്ഥ വരുമായിരുന്നു? മഹാത്മാഗാന്ധിയുടെ അവസ്ഥ സോണിയാഗാന്ധിക്ക് വരികയായിരുന്നു.
അതായത് ഏതെങ്കിലും ഭ്രാന്തന്മാരായ ഗോഡ്സെനെ പോലുള്ള ആരെങ്കിലും അവരെ എന്ന് പറയാം, ആ പേടി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി നോ പറഞ്ഞതും അഡ്വാനി നോ പറഞ്ഞതാണ് സത്യത്തിൽ സോണിയാഗാന്ധിനെ കൊണ്ട് ഓവർനൈറ്റ് അങ്ങനെ തീരുമാനം എടുപ്പിച്ചെന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സുഷമ സ്വരാജിൻ്റെ മകൾ പാർലമെൻറ്റിലുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് നല്ല ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും, ആണ് സാധ്യത. ആമയുടെ മോളല്ലേ. അതെ.